സോയി മഞ്ഞുണ്ടോ? ഇല്ലല്ലോ. പോരാട്ടോ. ചോറുണ്ണാൻ പോയാലോ നമുക്ക്? ഇന്ന് ചോറ് വെച്ചിട്ടില്ല. നല്ലൊരു ചോറുണ്ടിട്ട് വരാം. എടപ്പള്ളി ഭാഗത്തുള്ള മിക്കവർക്കും അറിയുന്ന ഒരു പ്ലേസാണ് കേട്ടോ ഇത്. നമ്മുടെ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടില്ലേ, കുറച്ചൊന്ന് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ആ മ്യൂസിയത്തിനൊക്കെ എത്തുന്നതിന് കുറച്ച് മുമ്പാണിത്. എപ്പോൾ വന്നാലും അത്യാവശ്യം തിരക്കും ഉണ്ടാവും കേട്ടോ ഇവിടെ. ഈ ഇലയിൽ ഊണ് കഴിക്കുമ്പോഴില്ലേ, എപ്പോൾ കഴിച്ചാലും അതിന് ഓണാണെങ്കിലും വെജാണെങ്കിലും എനിക്ക് ഓണം പോലെയാണ്. അങ്ങനെ നാരങ്ങച്ചാറ് വന്നു, ബീട്രൂട്ട് തോരനും വന്നു, പിന്നെ ഒരു പരിപ്പ് കറി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറി വന്നു. പിന്നെ നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ട് അതിൻ്റെ കൂടെ. ചമ്മന്തി വന്നു. പിന്നെ നമ്മുടെ മോര് കറി, രസം, സാമ്പാർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അധികം കറികളൊന്നും ഞാൻ ഇലയിൽ ഇടണ്ട പറഞ്ഞു. പിന്നെ വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കണേ, ആരെങ്കിലുമൊക്കെ കഴിച്ചോളൂ എന്ന് ഓർത്ത് ഞാൻ എനിക്കിഷ്ടമുള്ള കറികൾ മാത്രം ഇടിച്ചുള്ളൂ കേട്ടോ ഇലയിൽ. വീഡിയോ എടുക്കുന്ന ഇടയിൽ ചോറ് കൂടിപ്പോയി. ചോറ് ഇപ്പോൾ വളരെ കുറച്ചേക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറാണ്. അപ്പോൾ ആ ചോറാണ് ഞാൻ ഇത്തിരി കുറച്ചേക്കുന്നത് ഡയറ്റിൻ്റെ ഭാഗം. ഈ ചൂടൻ ചോറിലേക്കില്ലേ ഈ ചമ്മന്തി ഇങ്ങനെ അങ്ങോട്ട് പീച്ച് കൂട്ടിയിട്ട് ഒരു ഉരുള ചോറ് അങ്ങോട്ട് വയ്ക്കുമ്പോൾ കഴിക്കുമ്പോൾ ഉണ്ടാവണ സുഖം ഉണ്ടല്ലോ, ആഹാ അന്തസ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ടില്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണിത്, ചെമ്മീൻ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ കഴിക്കാനാണ് ഞാൻ വന്നത്. പിന്നെ ചെമ്മീൻ മാത്രമല്ല കേട്ടോ, ഒരു കിളിമീനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിളിമീനും ഗ്രേവിയൊക്കെ നല്ല സൂപ്പറാണ്. ഫുഡ് അടിപൊളിയാണ് കേട്ടോ ഇവിടെ. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിക്കാത്തൊരു ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെ എല്ലാം തൂത്ത് മെനയാക്കി ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. ഊണ് കഴിഞ്ഞാൽ ഇത്തിരി മധുരം അതെനിക്ക് നിർബന്ധമാണ്. അപ്പം അതും കഴിച്ചു. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റമായ ബില്ലൊക്കെ വന്നിരിക്കുന്നു. അങ്ങനെ ബില്ലും കെട്ടി സന്തോഷമായി കൈയും കഴുകി അതാ പുറത്തേക്ക്. അങ്ങനെ ഫുഡും കഴിച്ച് ഇലയിലൂണ് അടിപൊളി ഊണായിരുന്നു കേട്ടോ. ആദ്യമായിട്ടല്ല കഴിക്കണം, നേരത്തെ മുമ്പ് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വയറ് ഫുള്ളായി. പക്ഷേ വീഡിയോ എടുക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ അങ്ങോട്ട് എടുത്ത്. അങ്ങനെ നമ്മൾ ചോറൂണും കഴിഞ്ഞ് വീടെത്തി. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.